Now we are going to learn about eye and vision. In the last video, we are studied the parts of eye. Look at this image. In this you can see pupil and iris. How the regulation of light in the eye is possible? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പ്യൂപ്പിൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് ചിത്രങ്ങളും ഒന്ന് താരതമ്യം ചെയ്യുക. ഒന്നാമത്തെ ചിത്രം ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് ബ്രൈറ്റ് ലൈറ്റ്, തീവ്ര വെളിച്ചത്തിൽ പ്യൂപ്പിൾ അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നതാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പ്യൂപ്പിൾ അതിൻ്റെ സൈസ് ക്രമീകരിച്ചാണ് കണ്ണിലേക്കുള്ള ലൈറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന് സഹായിക്കുന്നത് ഐറിസിലുള്ള മസിൽസ് ആണ്. യു ക്യാൻ സീ 2 ടൈപ്പ് ഓഫ് മസിൽസ് ഇൻ ദി ഐറിസ്. റേഡിയൽ മസിലുകളും സർക്കുലർ മസിലുകളുമാണ് അവ. സോ ഐറിസ് ആൻഡ് പ്യൂപ്പിൾ റെഗുലേറ്റ് ദി amount ഓഫ് ദി ലൈറ്റ് falling on the eye. We can see these changes in a table form. Which muscle is contracted in the presence of dim light? It is radial muscles. When radial muscle contract, pupil size increases. Which muscle is contracted in presence of bright light? It is circular muscle. When circular muscles contract, pupil size decreases. ഇനി നമുക്ക് കണ്ണിൽ ഇമേജ് ഫോർമേഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് കോർണിയ, പ്യൂപ്പിൾ എന്നിവ കടന്ന് ലെൻസിലെത്തുകയും ലെൻസ് അതിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. Can you say what are the peculiarity of the image formed by lens of the eye? The image is small, inverted and real. ചെറുതും തലകീഴായതും യഥാർത്ഥവും ആയിരിക്കും. Now let us see the image formation in the eye. Power of accommodation. Do you know the peculiarity of lens in the eye? It can change the focal length. It is possible with the help of ligaments and ciliary muscles attached with the lens. We can see the distant object and nearby object by changing the focal length of the lens itself. What happens when we looking the distant object? Curvature of the lens decreases, focal length increases, image is formed on the retina. What happens when we looking the near object? Curvature of the lens increases, focal length decreases, image is formed on the retina. ഇതേക്കുറിച്ച് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രീകരണം ഒന്ന് താരതമ്യം ചെയ്യുക. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. മുകളിൽ കൊടുത്ത ചിത്രം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസ് അതിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്ത് ഇമേജിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിക്കുന്നതും, താഴെ കൊടുത്ത ചിത്രം അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസ് അതിൻ്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്ത് ഇമേജിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിക്കുന്ന വിധവുമാണ്. ഈ സമയത്ത് സീലിയറി മസിൽസിലും ലിഗമെൻസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കൊരു പട്ടികയിലൂടെ മനസ്സിലാക്കാം. How is image formed on the retina while we view near objects? Ciliary muscle contracts, ligaments relaxes, curvature of lens increases,
and focal length decreases. Distant object അഥവാ ഫാർ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസിലും ലിഗമെൻസിലും ലെൻസിൻ്റെ കർവേച്ചറിലും ഫോക്കൽ ലെങ്ത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ടേബിളിൽ നിന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് റെറ്റിനയിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. റെറ്റിനയിൽ 2 തരം ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് റോഡ് സെൽസ്, മറ്റൊന്ന് കോൺ സെൽസ്. റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ than cone cells. Rod cells contain a visual pigment rhodopsin, form a protein named opsin and retinal, a derivative of vitamin A. Similarly, cone cells also contain visual pigment iodopsin, which also composed of opsin and retinal. There are 3 types of cones. Cones for detection of red, green, blue. 3 primary colors. The diversity in the cones is the difference in the amino acid in the opsin molecules. ഈ 2 ഫോട്ടോ റിസപ്റ്റേഴ്സിലും ഉള്ള പിഗ്മെൻറ്റ്സ്, അവിടെ ഷേപ്പ്, അവിടെ ഫങ്ഷൻ എന്നിവയിലുള്ള വ്യത്യാസം നമുക്ക് ഈ ടേബിളിലൂടെ മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഡിഫറൻസ് ഓഫ് ദി റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്? റോഡ് സെൽസ് help to see vision in dim light, while cone cells provide color vision. അടുത്തതായി നമുക്ക് കെമിസ്ട്രി ഓഫ് വിഷൻ മനസ്സിലാക്കാം. കെമിക്കൽ process in the retina. We know photoreceptors in the retina. They are rod cell and cone cells. Rod cells help to see object in dim light, while cone cells help to see in bright light. Cone cells provide color vision also. The presence of rhodopsin in the rod cells and photopsin in the cone cells provide vision. During dim light, rhodopsin dissociated form opsin and retinal. This chemical change led to the formation of impulse. In the absence of light, opsin and retinal recombined form rhodopsin. During bright light and presence of color, photopsin dissociated to form opsin and retinal. These change led to formation of impulse. This is a bidirectional reaction. Thus, the impulse is transmitted to cerebrum through optic nerve and enable vision. കാഴ്ചയുടെ രസാന്തരത്തെക്കുറിച്ചും ഇമ്പൾസ് ഫോർമേഷനെക്കുറിച്ചും നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഒരു ചിത്രീകരണത്തിലൂടെ ലളിതമായി നമുക്ക് ക്രോഡീകരിക്കാം. ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്, ദി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി ഫോട്ടോ റിസപ്റ്റേഴ്സ് റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ ഡിസോസിയേറ്റ് ഫോം റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ. ദിസ് കെമിക്കൽ ചേഞ്ച് ലെഡ് ടു ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. ഇനിയൊരു പ്രവർത്തനമാണ്. കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദി സെൻസ് ഓഫ് സൈറ്റ്. കാഴ്ച എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ പൂർത്തീകരിച്ച് എഴുതുക. ഇനി ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് പരിശോധിക്കാം. നാം ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ 2 പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണുകളിലായി ഉണ്ടാകുന്നത്. പക്ഷേ നാം ഒറ്റ ദൃശ്യമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ 2 ദൃശ്യത്തെയും ബ്രെയിൻ
സംയോജിപ്പിച്ച് ഒറ്റ ദൃശ്യമായി നമുക്ക് അനുഭവപ്പെടുത്തുന്നു. ഇതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഈ ബൈനോക്കുലർ വിഷനാണ് വസ്തുവിൻ്റെ 3 ഡയമെൻഷനിൽ നമുക്ക് വ്യക്തമാകാൻ സഹായിക്കുന്നത്. നേരത്തെ നൽകിയ അസൈൻമെൻറ്റിന് പുറമെ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടെ നോട്ട് പുസ്തകത്തിൽ തയ്യാറാക്കേണ്ടതാണ്.